ഹലോ, എൻ്റെ പേര് അനിക്സ് കെ ദേവസ്യ എന്നാണ്. ഞാൻ പാലക്കാട് മുണ്ടൂരിൽ നിന്ന് വരുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുടിയെക്കുറിച്ചാണ്. അതായത് തലമുടി. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ വളരുന്ന ഒരു സാധനമാണ് തലമുടി. പക്ഷേ ആണുങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ഒരു 15 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെയുള്ള കാലയളവിൽ ഇവരുടെ മുടി എന്ന് പറഞ്ഞാൽ ഈ കക്കൂസ് കഴിയുന്ന ബ്രഷ് തിരിച്ചു പിടിച്ച പോലെയാണ്. അതായത് എപ്പോഴും ഇങ്ങനെ പൊക്കി പൊക്കി വെച്ച് നടക്കും. പിന്നെ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാനൊന്നും ഇഷ്ടമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുടി ചളിങ്ങിയാലോ എന്ന് പേടിച്ചിട്ടാണ്. പിന്നെ ഒരു 20 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള കാലയളവിൽ ഇവർക്ക് ഹെയർ സ്റ്റൈലിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ സംഭവിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊക്കി വെച്ചിരുന്ന മുടി ചെറുതായിട്ടൊന്ന് താത്തി വെക്കാൻ തുടങ്ങും. പിന്നെ ഹെൽമെറ്റിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങും. അപകടം ഉണ്ടായാലോ എന്നുള്ള പേടി കൊണ്ടല്ല, ഹെൽമെറ്റ് വെക്കാതെ എങ്ങാനും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ താത്തി വെച്ചിരുന്ന മുടി അങ്ങ് പൊങ്ങി നീണ്ടു കിടക്കുന്ന നെറ്റി കാണുമല്ലോ എന്നുള്ള പേടിക്കാണ് ഇവർ ഹെൽമെറ്റ്. പിന്നെ ഒരു 30 വയസ്സ് തൊട്ട് ഒരു 40 വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു കാലയളവിൽ ഇവർ കുറച്ച് പാടുപെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രം കുറച്ച് മുടി ഉണ്ടാവുള്ളൂ. ഈ മുടിയെടുത്ത് ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കാൻ ഇവർ പെടുന്ന പാട് അത് അവർക്ക് മാത്രമേ പറ്റൂ. പിന്നെ ഒരു 40 വയസ്സിന് ശേഷം അങ്ങോട്ട് ചിന്തിക്കേ വേണ്ട. കാരണം ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് ചുറ്റും ആൾക്കാരിയ്ക്കുന്നത് പോലെ ഇവിടെ മാത്രം കുറച്ച് മുടിയും നടുക്ക് വെട്ടിത്തിളങ്ങുന്ന ഒരു മൈതാനവും നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ സ്റ്റീൽ പാത്രം വെയിലത്ത് വെച്ചാൽ കിട്ടില്ല ഇത്ര തിളക്കം. ഇനി ഇത് പൊതുവേ ഉള്ള കാര്യം. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ കുടുംബത്തിൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ പനങ്കൊല പോലെ മുടിയും. ആണുങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പഴനിമലയ്ക്ക് പോയി വന്ന പോലെയാണ്. എല്ലാം മുട്ടകളാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൻ ഒരു കഷണ്ടിയാണ്. അതായത് ഒരു തരിശു ഭൂമിയാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പന് 12 മക്കളുണ്ട്. അതിനകത്ത് 10 മക്കൾ ആൺമക്കളും അതിനകത്ത് 8 മക്കളും തരിശു ഭൂമിയാണ്. അതിലൊരു തരിശു ഭൂമിയാണ് എൻ്റെ അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ്റെ ഒരേ ഒരു മോനാണ് എൻ്റെ അപ്പൻ. അതും ഒരു തരിശു ഭൂമിയാണ്. അപ്പം ആ അപ്പൻ്റെ മോനായ ഞാൻ ഒരു തരിശുഭൂമി ആവില്ലേ? ആ ഒരു പേടി കൊണ്ട് എൻ്റെ 18ാമത്തെ വയസ്സിൽ 4 മുടി പൊഴിയാൻ തുടങ്ങിയപ്പോൾ മുടി പോകരുത് എന്നുദ്ദേശിച്ച് ഞാൻ എൻ്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, എടാ ചെമ്പരത്തിയുടെ ഇല താളിയാക്കി തേച്ച് കഴിഞ്ഞാൽ നിന്റെ മുടി പോവത്തില്ലടാന്ന്. അത് കേട്ട് അടുത്ത വീട്ടിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെമ്പരത്തി ചെടിയിൽ നിന്ന് ദിവസം ഇല പറിക്കുന്നു, ഞാൻ താളി തേക്കുന്നു, ഇല പറിക്കുന്നു, താളി തേക്കുന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറയാ, എടാ നിന്റെ അപ്പൻ്റെ തല പോലെ ആക്കി കളഞ്ഞോടാ എൻ്റെ ചെമ്പരത്തി ചെടി, അതിനകത്ത് ഇപ്പോൾ ഒരു നാമ്പ് പോലും ഇല്ലെന്ന്. അങ്ങനെ അത് ഞാൻ നിർത്തി. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ കോഴിമുട്ട തലയെ തേച്ചാൽ നല്ലതാണ്, നന്നായിട്ട് മുടി വളരുന്നു. അത് കേട്ടത് ഞാൻ വീട്ടിൽ കോഴി മുട്ടയിടുന്നു, എടുത്ത് തലയെ തേക്കുന്നു, കോഴി മുട്ടയിടുന്നു, തലയെ തേക്കുന്നു. ഒരു ദിവസം കോഴി മുട്ടയിടാൻ ഇത്തിരി വൈകിയപ്പോൾ ഞാൻ അതിനെ ഞെക്കി പിടിച്ച് വരെ മുട്ടയിടിപ്പിച്ച് തലയെ തേച്ചു. ഈ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്ന് നമുക്ക് കേക്കൊക്കെ മുറിക്കുന്നത് വളരെയധികം സന്തോഷമല്ലേ? എന്നാൽ എനിക്ക് അതിനേക്കാളും വലിയ സന്തോഷമാണ് ഇവന്മാരെല്ലാം കൂടി വന്ന് ഓടിച്ചിട്ട് തലയിൽ മുട്ടയടിച്ച് പൊട്ടിക്കുമ്പോൾ. അങ്ങനെ ഇവന്മാരൊക്കെ പറയുന്നത് കേട്ട് പറമ്പിലെ പച്ചിലകൾ മുതൽ അടുക്കളയിലെ പച്ചക്കറി വരെ ഞാൻ അരച്ച് തേച്ച് നോക്കി. എന്നിട്ടും ഒരു ഗുണം ഉണ്ടായില്ല. ഇങ്ങനെ ആൾക്കാരൊന്നും പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല, ഒരു ഡോക്ടറിനെ പോയി കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഡോക്ടറിനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ള പ്രതീക്ഷയും പോയി. കാരണം ഈ ചോട്ടാ ഭീം കാർട്ടൂണിനകത്ത് രാജുവിൻ്റെ തലയെ കണ്ടിട്ടില്ലേ 2 മുടി? അതാണ് ഞാൻ ഡോക്ടറിൻ്റെ തലയെ കണ്ടത്. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയാം, ഞാൻ തരുന്ന മരുന്ന് കൃത്യമായി കഴിച്ചാൽ നിന്റെ ഒരു മുടി പോലും പോകത്തില്ലടാന്ന്. അത് കുറെ കാണാനും ഉണ്ട് അവിടെ. എന്നിട്ട് ഞാൻ ഈ മരുന്നും വാങ്ങി വൈകുന്നേരം വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞ് തല തോർത്തുമ്പോൾ തോർത്തയിൽ നിറച്ച് മുടി. ഈ മുടി ഓരോന്നും ഞാൻ പറക്കി ഒരു ഡെപ്പയ്ക്കകത്തിട്ട് വെക്കും. എന്തിനാണെന്നറിയോ? ഈ മുടി മൊത്തം പോയി കഴിയുമ്പോൾ അതുകൊണ്ടെങ്കിലും എനിക്കൊരു വിഗ് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ എൻ്റെ മമ്മി പറയും, ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ ഒരുങ്ങി പോണെങ്കിൽ ഈ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണ്, ഒരുപാട് സമയം വേണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പെണ്ണുങ്ങളെ പോലെ ഡ്രസ്സൊക്കെ നോക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി പോകുമ്പോഴാണ് ഇത്രയും സമയം. എന്നാൽ അതല്ല. കുളി കഴിഞ്ഞാൽ തല തോർത്തി കഴിഞ്ഞാൽ മുടി പോവല്ലോ എന്ന് പേടിച്ചിട്ട് കുളി കഴിഞ്ഞ് ഫാനിൻ്റെ ചോട്ടിലിരുന്ന് മുടി ഉണക്കി പറപ്പിച്ചിട്ടാണ് ഞാൻ എവിടേക്കെങ്കിലും പോവാറ്. അതുകൊണ്ടാണ് ഇത്രയും സമയം വൈകുന്നത്. എന്തിന്? എവിടെ നേരത്തെ എത്തണമെങ്കിലും ഞാൻ കുളിച്ചിട്ട് പോകുന്ന കാരണം സമയം വൈകും. അതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും കുളിക്കാതെയാണ് പോകുന്നത്. എന്തിന്? ഇവിടെ ഞാൻ നേരത്തെ എത്താൻ കാരണവും കുളിക്കാതെ വന്നതുകൊണ്ടാണ്. ഞാൻ കൂട്ടുകാരന്മാരുടെ കൂടെ കാറ്ററിംഗ് വർക്കിനൊക്കെ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ സിനിമയ്ക്ക് പോവാ വാടാന്ന് പറഞ്ഞ് വിളിക്കും, കറങ്ങാൻ പോവാ വാടാന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ പോവില്ല. ഞാൻ അങ്ങനെയൊന്നും പൈസ ചിലവാക്കുന്ന ഒരാളല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ കുറേ സേവിങ്സ് ഉണ്ടെന്ന്. എന്നാൽ അങ്ങനെയല്ല. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ഡർമാ റോളർ, ഹെയർ ഗമ്മി, ഹെയർ ഓയിൽ, ഹെയർ ഷാമ്പു ഇതൊക്കെ വാങ്ങി ഞാൻ എൻ്റെ പൈസ തീർക്കും. ഇതൊക്കെ വാങ്ങിയിട്ടും ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് വന്ന് പറഞ്ഞു, എടാ മുടി പോയാ പോട്ടെ, മഹാത്മാഗാന്ധിയെ കണ്ടിട്ടില്ലേ? നല്ല ബുദ്ധിയുള്ളവരുടെ മുടിയാടാ പെട്ടെന്ന് പോകുന്നത് എന്ന്. അപ്പം ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്നിട്ട് ബുദ്ധിയില്ലാത്ത നിങ്ങളുടെ മുടി എങ്ങനെ പോയി തന്തേ എന്നുള്ളൊരു ചോദ്യത്തിന് എൻ്റെ അപ്പൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഡീപ്പ് സൗണ്ട് ആയിരുന്നു. ഞാൻ അതും കേട്ട് വയറിനിറങ്ങി എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത് പോയി ഈ കാര്യം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, എടാ
ഈ ഒരു ഭ്രാന്തനെ പോലെ നടന്നാൽ മതി. അപ്പൊ ഞാൻ അതെന്താടാ ചോദിച്ചപ്പോൾ അവൻ പറയാം, ഭ്രാന്തന്മാരെ കണ്ടിട്ടില്ല, എല്ലാത്തിനും നല്ല മുടിയും താടിയുമാണെന്ന്. അപ്പൊ എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ മുടി പോയാ പോട്ടെ, പ്രേതം സിനിമയിലെ ജയസൂര്യനെയൊക്കെ നീ കണ്ടിട്ടില്ലേ, മുട്ടയടിച്ച് താടിയുള്ള മോഡല്, അങ്ങനെ നിനക്ക് നടന്നുകൂടെയെന്ന്. അത് നല്ല മോഡലല്ലേ? അതെ, നല്ല മോഡലാണ്. പക്ഷെ താടി വളർത്താൻ താടി എവിടെ? എനിക്ക് താടിയും ഇല്ലല്ലോ. എൻ്റെ അപ്പൻ്റെ വീട്ടുകാർക്ക് മുടിയില്ലെങ്കിലും നല്ല താടിയാ, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് താടി വന്നില്ല എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ തരിശുഭൂമിയാണെങ്കിൽ എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് കൊറ്റനാടിന് പൂട മുളച്ച പോലെ ഇവിടെ മാത്രമുണ്ട് 4 രോമം. അതെനിക്കും വന്നു. മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. ഇതെല്ലാം ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു റീൽസ് വന്നു, എങ്ങനെയുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾക്കിഷ്ടം. ഞാനത് കണ്ട് പെട്ടെന്ന് പോയി കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ എഴുതിയിരിക്കുക, നല്ല മുടി, കട്ട താടി, ഭയങ്കരമായിട്ട് മീശ, 6 പാക്ക്, കോപ്പ്. എന്നിട്ട് ഞാൻ അതിനകത്ത് കമൻ്റ് ഇട്ടു, ഈ നല്ല മുടിയും താടിയൊന്നും ഇല്ലെങ്കിലും നല്ല മനസ്സാണെങ്കിലോ എന്ന്. അപ്പോൾ അതിന് കമൻ്റായിട്ട് എനിക്ക് റിപ്ലൈ ആയിട്ട് 3 കമൻറ്റാണ് വന്നേ. ഫസ്റ്റ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നല്ല മനസ്സില്ലെങ്കിലും എനിക്ക് മുടിയും താടിയും വേണവടാന്ന്. അപ്പോൾ അവള് പോയി. രണ്ടാമത്തേത്, അന്നെ നമുക്ക് ഇഷ്ടമായിരിക്കണം, ഈ ഇങ്ങോട്ട് പോരെ, അനക്ക് നമ്മൾ പൊറോട്ട ഇറച്ചിയും വാങ്ങിത്തരാം. 3-ാമത്തെ കമൻറ്റ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുടിയും താടിയൊക്കെ എന്തിനാടാ മുത്തേന്ന്. അതും കിടുക്കാച്ചി പ്രൊഫൈൽ, അടിപൊളി പെൺകുട്ടി. എനിക്ക് അങ്ങനെയുള്ള ഒരു വൈബിലുള്ള പെൺകുട്ടി തന്നെയാണ് ഇഷ്ടം. ഞാൻ വേഗം അവളുടെ അക്കൗണ്ടിൽ കയറി ഹായ് എന്ന് അങ്ങോട്ട് മെസ്സേജ് അയച്ചു. പെട്ടെന്ന് എനിക്ക് റിപ്ലൈ വന്നു, ഓഡിയോ കോൾ 250, വീഡിയോ കോൾ 500. അങ്ങനെ അതും പോയി. പിന്നെ ഭാഗ്യത്തിന് നിന്നെ കാണാൻ കാക്കയെ പോലെ കറുത്തതാണ്, നിന്നെ കണ്ടാ പെറ്റതള്ള സഹിക്കൂല എന്നൊന്നും ആരും പറയാത്തത് കൊണ്ട് ഞാൻ ആ സമാധാനത്തിലിരുന്നു. അങ്ങനെ മുടി പൊഴിയുന്ന എല്ലാ യുവാക്കളോടും എനിക്ക് പറയാനുള്ളത്, മുടി പോയാൽ പോട്ടെ, മുടിയില്ലാത്ത എത്രയോ പേര് അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ, എത്രയോ വലിയ വലിയ നിലയിലൊക്കെ എത്തിയിട്ടില്ലേ എന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ച് തരുവോടാന്ന്. കെട്ടിച്ച് തരാമെന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ മുടിയൊന്നും വളർത്തണ്ട, പോട്ടെ. ഇല്ലെങ്കിൽ മുടി പോവുകയാണെങ്കിൽ കുടുംബത്തിന്റെ ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. Once upon a time, once upon a time.